വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ക്രിസ്റ്റൽ പാലസ് 1 മാൻ സിറ്റി 0. അങ്ങനെ ക്രിസ്റ്റൽ പാലസ് FA കപ്പിൽ മുത്തമിട്ട് 119 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരൊരു മേജർ ട്രോഫി നേടുന്നത്. അപ്പോൾ അങ്ങനെ ചരിത്ര നിമിഷമാണ് ക്രിസ്റ്റൽ പാലസിനും അവരുടെ ഫാൻസിനും അതുപോലെ തന്നെ മാനേജറായ ഒലിവർ ഗ്ലാസ്നറിനും. കാരണം അദ്ദേഹം ഇതോടുകൂടി അവരുടെ ഗ്രേറ്റസ്റ്റ് എവർ മാനേജറായി. അങ്ങനെ ഹിസ്റ്ററി ബുക്സിലേക്ക് പാർട്ടാവാനായിട്ട് ഈ ക്രിസ്റ്റൽ പാലസ് താരങ്ങൾക്കും സാധിച്ചു എന്നുള്ളതാണ്. എബ്രേച്ച് എസ്സെയൊക്കെ അവരുടെ എക്കാലത്തെയും ഒരു ലെജൻഡായി മാറി എന്നുള്ളതാണ്. ലെജൻഡ്സ് വെയർ മെയ്ഡ് യെസ്റ്റർഡേ. അതാണ് ഒരൊറ്റൊരു മത്സരം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റൊരു വിജയം കൊണ്ട് ചരിത്രം തന്നെ മാറാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ചരിത്രത്തിലേക്ക് ഭാഗമായി മാറാൻ സാധിക്കും എന്നുള്ളതാണ് ഫുട്ബോളിലെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അപ്പോൾ അതാണ് ഇന്നലെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ മാജിക് ഓഫ് ദി കപ്പ് എന്നുള്ള കാര്യം FA കപ്പിനെ പറയാറുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് അതിൻ്റെ മാജിക്കൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. കാരണം വലിയ ടീമുകളൊക്കെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫൈനലി ഒരു ചെറിയ ടീം, അതും നിസ്സാരക്കാർക്കെതിരെയല്ല, ഗാർഡിയോളയുടെ ടീം, മെഗാ പ്ലേയേഴ്സ്, മെഗാ മണി, അതുപോലെ തന്നെ മെഗാ ഫണ്ടിങ്. സീസൺ 1 മോശമായി പോയതിന് 150 മില്യൺ ആണ് പെപ്പിന് സ്പെൻഡ് ചെയ്യാൻ കൊടുത്തത്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ക്രിസ്റ്റൽ പാലസിന് റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത് കപ്പടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും കളിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ ടീമും വലിയ ടീമും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എക്സ്പെക്റ്റഡ് ഡിഫെൻഡ് ചെയ്തിരുന്ന് കൗണ്ടർ അടിക്കുക എന്നുള്ളതാണ് ക്രിസ്റ്റൽ പാലസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതല്ലാതെ മാൻ സിറ്റിക്കെതിരെ പോയി ഓപ്പൺ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വെടിവെക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡിഫെൻസീവായിട്ട് കൗണ്ടർ അറ്റാക്ക് ഇങ്ങനെ കേന്ദ്രീകരിച്ച് കളിച്ചു. അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടിയ ഒരു ചാൻസ് അവർ പോയി അടിച്ചു. അപ്പോൾ അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടത് ഒരു നല്ല ടീം പ്ലേ ആണ്. ഗോൾ കീപ്പർ ഇൻവോൾവ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്ററ്റയുടെ നല്ലൊരു ഹോൾഡപ്പ് പ്ലേ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഹോൾഡപ്പ് പ്ലേ എന്നാണ് ബേസിക്കലി ആ ഗോൾ വന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ അതിനുശേഷം മുന്യൂസിന് കൊടുത്തു. മുന്യൂസ് നല്ലൊരു ക്രോസ് അകത്തേക്ക് ഇട്ടു, എസ് അടിച്ച് കയറ്റി. അങ്ങനെ 1-0 ലീഡ്. അതിനുശേഷം പിന്നെ ലീഡ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ലക്കും ഇവർക്ക് അനുകൂലമായിട്ട് വന്നു. ഹെൻഡേഴ്സണ് ഒരുപക്ഷെ റെഡ് കാർഡ് കിട്ടി കയറി പോകേണ്ടതായിരുന്നു. പക്ഷെ വാർ നോക്കിയിട്ട് പറഞ്ഞു അത് ഹാലൻ്റെ ഡയറക്റ്റ് ഓൺ ഗോൾ അല്ലായിരുന്നു, ഗോളിൽ നിന്ന് കുറച്ച് മാറിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ റീസൺ കൊണ്ടാണ് അത് റെഡ് കാർഡ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ പുറത്ത് വെച്ച് ബോൾ തട്ടിക്കളഞ്ഞ് റെഡ് കാർഡ് കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ പെനാൽറ്റി കിട്ടിയതാണെങ്കിലും ഹെൻഡേഴ്സൺ സേവ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഹെൻഡേഴ്സൻ്റെ ദിവസമായിരുന്നു. ഹെൻഡേഴ്സൺ മാൻ ഓഫ് ദി മാച്ച്. വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പെനാൽറ്റി സേവ് ചെയ്തു. അതുപോലെ തന്നെ ന്യൂമറസ് ആയിട്ടുള്ള വേറെയും സേവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ മാൻ സിറ്റിയുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അവരൊരു DM ഇല്ലാതെയാണ് ഇറങ്ങിയത്. നമ്മൾ ആ ഒരു ചെൽസി ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കണ്ട പോലെ ഒരു DM ഇല്ലാതെ പെപ്പ് ഗാർഡിയോള ഈ മത്സരത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷേ ദേ ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ചാൻസസ്. അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മാൻ സിറ്റി സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു 3-4 ഗോളുകളൊക്കെ അടിച്ച് തോപ്പിക്കാറുള്ളൊരു ഒപ്പോണൻ്റാണ്. അപ്പോൾ ഇവരെ തന്നെ 5-2 സീസണിന് മുമ്പ് തോപ്പിച്ചതാണ്. അപ്പോൾ അന്ന് ഈ ഗ്ലാസ്നർ പെപ്പിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഈ ഒരു ടാക്ടിക്സ് ഇനി വർക്കൗട്ട് ആവില്ല, അത് എക്സ്പോസ് ആക്കും എന്നുള്ള കാര്യം ഗ്ലാസ്നർ അന്ന് പറഞ്ഞത്. ഗ്ലാസ്നർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും അത് വർക്കൗട്ടായി. പുള്ളിക്കാരൻ അൾട്ടിമേറ്റ്ലി കപ്പടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഗ്ലാസ്നറിനെ പറ്റി പ്രത്യേകം മെൻഷൻ ചെയ്യണം. കാരണം ഓസ്ട്രിയൻ മാനേജറാണ്. മാത്രമല്ല ഫ്രാങ്ക്ഫൂട്ടിനെ വെച്ച് യൂറോപ്പ ലീഗ് അടിച്ച മാനേജറും ഇദ്ദേഹമാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ ബാർസലോണയെ സെമിയിലൊക്കെ തോപ്പിച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് പോയി കപ്പൊക്കെ അടിച്ചത്. അപ്പോൾ അങ്ങനെ 2 ട്രോഫികൾ 2 ക്ലബിൻ്റെ ഒപ്പം ലെജൻഡറി സ്റ്റാറ്റസ് നേടിയെടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ബയണൊക്കെ രംഗത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ ബയൺ കമ്പനീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ജസ്റ്റ് ക്രിസ്റ്റൽ പാലസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ക്രിസ്റ്റൽ പാലസ് പറഞ്ഞു 100 മില്യൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബയൺ 18 മില്യൺ വരെ കൊടുക്കാമെന്ന് തയ്യാറായതാണ്. പക്ഷേ അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ബിഗ് ക്ലബിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു മാനേജറാണ്. കാരണം ഇപ്പം തന്നെ 2 ക്ലബിൻ്റെ ഒക്കെ ഒപ്പം ട്രോഫികൾ അടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറ്റി പൊതുവെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചലോട്ടി വൈബുള്ള മാനേജറാണ്, നല്ല മാനേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സിസ്റ്റം മാനേജർ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ടീമിൻ്റെ സ്ട്രെങ്ത് നോക്കി കളിക്കാരെ ലൈനപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനേജറാണെന്നാണ് പൊതുവെ ഗ്ലാസ്നറിനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.